മക്കൾ വളർച്ചയുടെ ഓരോ ഫേസ് എത്തുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഈസിയായി വരും, മാനേജ് ചെയ്യാൻ സുഖമായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇവർ വലുതാവണതിനനുസരിച്ച് നമുക്കിവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തേനേക്കാളും ഇരട്ടിയുടെ ഇരട്ടിയുടെ എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ട്വിൻസ് ആയതിന് ശേഷം എനിക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ചെയ്തു തരുന്ന ഒരു ചെറിയ ഹെൽപ്പ് പോലും എനിക്ക് ഭയങ്കര സന്തോഷം തരാറുണ്ട്. അത് ചിലപ്പോൾ ഒരു ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതായിക്കോട്ടെ, എല്ലാ ചെറിയ ഹെൽപ്പും എനിക്ക് ഭയങ്കര സന്തോഷം തരാറുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് നമുക്ക് മക്കളുടെ കാര്യത്തിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് 3 മക്കളായതിന് ശേഷം ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെൽപ്പൊക്കെ തന്നെ ചെയ്യുള്ളൂ. കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ചുറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു മദർ ആവണം. നമുക്ക് ആ സമയത്ത് ഇല്ലാത്ത കഴിവുകളൊക്കെ, ഇല്ലാത്ത എനർജിയും ഇല്ലാത്ത സ്ട്രെങ്ത്തൊക്കെ വരും. ചില സൈഡിൽ നമ്മൾ വീക്കായി പോകുന്നുണ്ടാവും, പക്ഷേ നമുക്ക് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വരാൻ പറ്റും. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.